PSC ഡയറിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ മാസങ്ങൾ നീണ്ടുനിന്ന നമ്മുടെ പരിശീലനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ കുറേ കൂടി വിജിലൻ്റ് ആകേണ്ടത്. ശരിക്കും ആത്മാർത്ഥമായിട്ട് മാസങ്ങളായി പഠിച്ചുകൊണ്ടിരുന്ന പലരും ഇപ്പോൾ ശരിക്കും ചെറിയ ടെൻഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. പരീക്ഷ അടുത്തു വരുന്നു അല്ലേ, ചിലർക്കൊക്കെ പോർഷൻ തീർക്കാനുണ്ട്, അതിൻ്റെതായിട്ടുള്ള ടെൻഷനുണ്ട്. പക്ഷേ നിങ്ങൾ യാതൊരുവിധ തരത്തിലും നിങ്ങൾ ടെൻസ്ഡ് ആകാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ഒരു കണ്ടന്റ് കൂടെ പോകും. പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത്രയും മാസങ്ങൾ കൊണ്ട് നല്ലൊരു ഏരിയ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്, സിലബസ് ഒക്കെ നിങ്ങൾ ഏറെക്കുറെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിവിഷൻ മസ്റ്റായിട്ട് റിവിഷൻ ശ്രദ്ധിക്കണം. കറണ്ട് അഫയേഴ്സ്, പരീക്ഷ അടുക്കുന്തോറും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. ഇത് രണ്ടും ശ്രദ്ധിക്കണം അല്ലേ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ നമുക്ക് ഈ ടെൻഷനോടൊപ്പം തന്നെ വരുന്നൊരു സംഭവമാണ് ചില ആൾക്കാരല്ല, എനിക്കൊന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രതിസന്ധി വരുന്നൊരു സമയമാണ്. അല്ലെങ്കിൽ പ്രതിസന്ധി പ്രത്യക്ഷത്തിൽ ഫീൽ ചെയ്യുന്നൊരു സമയമാണ് ഈ പരീക്ഷ അടുത്തു വരുമ്പോൾ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ പഠിക്കാൻ പറ്റാതെ ഇരിക്കുക, അനാവശ്യ കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരിക, നമ്മുടെ സമയം വെറുതെ പോവുക. അങ്ങനെ പലപ്പോഴായിട്ട് പ്രതിസന്ധി ഉണ്ടാകും. ആ പ്രതിസന്ധിയെ നമ്മൾ മനസാന്നിധ്യത്തോടു കൂടി പ്രതിസന്ധിയെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആക്കി എടുക്കുക. പ്രതിസന്ധിയെ ഫേസ് ചെയ്തേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. നിങ്ങൾ ഇനി കുറച്ചു നേരം നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെപ്പോലെ ഇതേ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മറ്റു പലരും നിങ്ങൾ പഠിക്കാതെ മാറി നിൽക്കുന്ന സമയങ്ങളിൽ പോലും അവർ പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രതിസന്ധി വരും, പ്രതിസന്ധി അഭിമുഖീകരിക്കുക. മറ്റൊന്ന്, അനാവശ്യമായിട്ടുള്ള നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലീസ്, സർക്കിളിനിടയ്ക്കുള്ള ചടങ്ങുകളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കി വിടുക. കല്യാണമായാലും ബർത്ത്ഡേ ആയാലും പെരവാസ്തുലി ആയാലും അല്ലെ, എന്താണോ ഒഴിവാക്കാൻ പറ്റുന്ന ചടങ്ങുകളൊക്കെ പരമാവധി ഒഴിവാക്കി വിടുക. ചടങ്ങുകൾക്കൊക്കെ ഇനിയും പോകാം അല്ലെ. നമ്മുടെ പരീക്ഷ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതിയാണ്. പരീക്ഷ ടഫാകാതെ സ്മൂത്തായിട്ട് തീരണമെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ച് മാറ്റാൻ കഴിയണമെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ ആ പഠിച്ചത് നിങ്ങൾ ഉറപ്പിക്കുക, അതിന് റിവിഷൻ ചെയ്യുക, കോൺഫിഡൻസോടുകൂടി ഇരിക്കുക. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റും കവർ ചെയ്തിട്ട് ഇന്ന് വരെ ഒരാളും പരീക്ഷയ്ക്ക് പോയിട്ടില്ല. അങ്ങനെ അത് പറ്റില്ല. കാരണം അത്രയും വലിയ സിലബസ് ആണ് അല്ലേ. നമ്മൾ പേപ്പറിൽ അത്ര ഒരു സിലബസ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ പ്രിൻ്റ് എടുക്കുമ്പോൾ അത്രയും പേജുകളെ ഉള്ളെങ്കിലും ആ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള സിലബസ് അല്ല. അത് പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് പഠിച്ച ഒരു വ്യക്തിയും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ ഫുള്ള് പഠിക്കണം എന്നല്ല. നിങ്ങൾ ഏറെക്കുറെ സിലബസിലൂടെ കവർ ചെയ്തിട്ടുണ്ടല്ലോ ഇത്ര മാസങ്ങളിലൂടെ, അത് തന്നെ ധാരാളമാണ്. നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിവിഷനിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾ ചെയ്തു നോക്കുന്നുണ്ടല്ലോ ദിവസവും. പിന്നെ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പരീക്ഷ എടുക്കുന്തോറും നമ്മുടെ ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കണം. മഴക്കാലമാണ്, വഴുതി വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ. പലരും അങ്ങനെ വീണിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് രാവിലെ രാപ്പകലില്ലാതെ എഴുന്നേറ്റിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചിട്ട് ആ പരീക്ഷ എടുക്കുന്ന സമയത്ത് നമുക്ക് പരീക്ഷ എഴുതാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാകും അല്ലേ. നമ്മുടെ അവസരം പോകും. അതുകൊണ്ട് ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കുക. മഴക്കാലമാണ്, ശ്രദ്ധയോടുകൂടി നടക്കുക. അതേപോലെ ഹെൽത്ത് നല്ലപോലെ ശ്രദ്ധിക്കുക. പ്രതിസന്ധി വന്നോട്ടെ, നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ദിവസവും രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളോട് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ, നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 മാർച്ച് 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവനാ ചോദ്യങ്ങളാണ്. അതിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവനാ ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവനാ ചോദ്യങ്ങളുടെ 20 സെറ്റ് ഓൾറെഡി നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്. അതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട മറ്റ് സബ്ജക്റ്റുകളുടെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതേപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഈ പുസ്തകത്തിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുക. നമ്മൾ ഇന്നത്തെ സെറ്റ് 5ലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കുക. നിങ്ങൾ ഇവിടെ പറയുന്നത്, ഒന്നാമത്തെ ചോദ്യത്തിൽ തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറയുന്നത്. തെറ്റായ പ്രസ്താവന, നമുക്ക് ആ പ്രസ്താവന നോക്കാം. ശരിക്കും 4 പ്രസ്താവനയുണ്ട്. അതിൽ 3 എണ്ണം നമുക്കിപ്പോൾ നോക്കാം. അതിൽ ആദ്യത്തെ പ്രസ്താവന പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് ഡോക്ടർ BR അംബേദ്കറുടെ സ്മരണാർത്ഥം പേര് നൽകിയ സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്ത് പോവുകയാണ്. ഞാൻ ഈ ചോദ്യവും അതേപോലെ പ്രസ്താവനയും വായിക്കും. അതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക, അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അവസാനം കമൻറ്റ് ചെയ്യുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന എന്താ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക്
ഡോക്ടർ BR അംബേദ്കറുടെ സ്മരണാർത്ഥം പേര് നൽകിയ സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നു. അല്ലേ, ഇത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ ഫൈൻഡിങ്സ് രേഖപ്പെടുത്തുക. അടുത്ത ബി എന്ന് പറയുന്ന പ്രസ്താവന, രണ്ടാമത്തെ പ്രസ്താവന നോക്കുക. അടുത്തിടെ BR അംബേദ്കറുടെ വാക്സ് പ്രതിമ സ്ഥാപിച്ച മ്യൂസിയം ജയ്പൂരിലാണെന്ന് പറയുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഒന്നുകൂടി വായിക്കാം. അടുത്തിടെ BR അംബേദ്കറുടെ വാക്സ് പ്രതിമ സ്ഥാപിച്ച മ്യൂസിയം ജയ്പൂരിലാണ്. ഇപ്പോൾ രണ്ട് പ്രസ്താവന ഞാൻ വായിച്ചു. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന, ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് മേരിലാൻഡിലാണെന്ന് പറയുന്നു. മേരിലാൻഡിൽ. അപ്പോൾ നോക്കുക, ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് മേരിലാൻഡിലാണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഈ മൂന്ന് പ്രസ്താവനകൾ വായിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫൈൻഡിങ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത നാലാമത്തെ പ്രസ്താവന കൂടി വായിക്കാം, നോക്കുക. നാലാമത്തെ പ്രസ്താവന പറയുന്നത് ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം തുല്യതാ ദിനമായി ആചരിക്കുന്നതിന് തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടകം എന്ന് പറയുന്നു. അപ്പോൾ നാലാമത്തെ പ്രസ്താവന എന്താണ് പറയുന്നത്? ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം തുല്യതാ ദിനമായി ആചരിക്കുന്നതിന് തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടകം എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ടുള്ളവരാണ്, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ തെറ്റെന്ന് പറയുന്നത് ശരിക്കും ഡി എന്ന് പറയുന്ന പ്രസ്താവനയാണ്. അല്ലേ, ശരിക്കും ഇങ്ങനൊരു പ്രസ്താവന ഇത് തെറ്റാണ്. ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം തുല്യതാ ദിനമായി ആചരിക്കുന്നതിന് തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടകം എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്കറിയാം, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അല്ലേ, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അല്ലേ, അപ്പോൾ ഇത് തമിഴ്നാടാണ് വരേണ്ടിയിരുന്നത്. അല്ലേ, ഓക്കെ. അടുത്ത ഒരു രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ, എന്നിട്ട് അതിൽ ശരി കണ്ടുപിടിക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന 2 പ്രസ്താവനയുണ്ട്, അതിൽ ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ പ്രസ്താവന ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പ്രസ്താവനയാണ്. പ്രസ്താവന 1 നോക്കുക. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന മറ്റു പിന്നാക്ക വിഭാഗങ്ങളെ നിർണ്ണയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കുള്ള അധികാരം പുനഃസ്ഥാപിച്ചത് ഭരണഘടനയുടെ 105-ാം ഭേദഗതിയിലൂടെയാണെന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന മറ്റു പിന്നാക്ക വിഭാഗങ്ങളെ നിർണ്ണയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കുള്ള അധികാരം പുനഃസ്ഥാപിച്ചത് ഭരണഘടനയുടെ 105-ാം ഭേദഗതിയിലൂടെയാണ് എന്ന് പറയുന്നു. ഇനി പ്രസ്താവന 2 നോക്കുക. ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, ഡൽഹി അസംബ്ലി എന്നിവയിൽ മൂന്നിലൊന്ന് സീറ്റുകളിൽ വനിതകൾക്ക് സംവരണം വ്യവസ്ഥ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 106-ാം ഭേദഗതി എന്ന് പറയുന്നു. എന്താണ് പ്രസ്താവന 2 പറയുന്നത് നോക്കുക. ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, ഡൽഹി അസംബ്ലി എന്നിവയിൽ 1/3 സീറ്റുകളിൽ വനിതകൾക്ക് സംവരണം വ്യവസ്ഥ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 106-ാം ഭേദഗതി എന്ന് പറയുന്നു. ഇങ്ങനെ 2 പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെ, ഇത് കണ്ടുപിടിക്കാനാണ്, ഇതിൽ ശരി കണ്ടുപിടിക്കാനാണ്. അല്ലെ, നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നു. ഇതിൽ ശരി എന്ന് പറയുന്നത് ഈ 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ്. അല്ലെ, 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ള സി ഓപ്ഷനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കുക. മൂന്നാമത്തെ ചോദ്യം 2 പട്ടികകൾ കൊടുത്തിരിക്കുന്നു. പട്ടിക 1ഉം പട്ടിക 2ഉം. പട്ടിക 1ൽ നീരജ് ചോപ്ര, മീരാബായ് ചാനു, രവികുമാർ ദഹിയ, ലോവ്ലിന ബോർഗോഹെയ്ൻ എന്ന് കൊടുത്തിരിക്കുന്നു. അതിന് പട്ടിക 2ൽ ഭാരോദ്വഹനം, അത്ലറ്റിക്സ്, ബോക്സിംഗ്, റെസ്ലിംഗ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ മാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നിങ്ങളുടെ ഉത്തരം ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് നമുക്കറിയാം, നീരജ് ചോപ്ര അത്ലറ്റിക്സു ആയിട്ടാണ് കണക്ഷൻ. അല്ലേ, നീരജ് ചോപ്ര അത്ലറ്റ് ആണ്, അതുകൊണ്ട് അത്ലറ്റിക്സുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. മീരാബായ് ചാനു നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭാരോദ്വഹനം. അല്ലേ, ഭാരോദ്വഹനമാണ്, വെയിറ്റ് ലിഫ്റ്റിംഗ്. അല്ലേ, ഭാരോദ്വഹനമാണ് മീരാബായ് ചാനുവിൻ്റെ ഐറ്റം. രവികുമാർ ദഹിയ നമുക്കറിയാം റെസ്ലിംഗ് ആണ്. അല്ലെ, റെസ്ലിംഗ്, രവികുമാർ ദഹിയ. ലോവ്ലിന ബോർഗോഹെയ്ൻ ബോക്സിംഗ് ആണ്. അതായത് 1B 2A എന്ന് തുടങ്ങുന്നതാണ് ശരിയായിട്ട് വരുന്നത്. ഏതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡി ഓപ്ഷനാണ്. അല്ലെ, 1B 2A 3D 4C എന്ന് തുടങ്ങുന്നതാണ് ഇവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയാക്കിയവർക്ക് 1 മാർക്ക് ലഭിക്കുകയാണ്. അടുത്ത 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. എന്നിട്ട് ടോക്കിയോ ഒളിമ്പിക്സിലെ മെഡൽ പട്ടികയിലെ ക്രമം തിരഞ്ഞെടുക്കുക എന്നാണ്. ഇവിടെ ഗ്രേറ്റ് ബ്രിട്ടൻ, ജപ്പാൻ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിങ്ങനെ 4 രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലേ, ഇതിൽ ടോക്കിയോ ഒളിമ്പിക്സിലെ മെഡൽ പട്ടികയിലെ ക്രമം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 4 ക്രമവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ക്രമം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരി. അതായത് 4, 3, 2, 1 എന്നൊരു ഓർഡറിലാണ് ഇതിൻ്റെ ക്രമം വരുന്നത്. അതായത് 4 എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അല്ലെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് 4 എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്നത് ചൈന. അല്ലേ,
ചൈനയാണ്. അതേപോലെ 2 എന്ന് പറയുന്നത് ജപ്പാനാണ്, ജപ്പാൻ. പിന്നെ ജപ്പാൻ. അടുത്ത 1 എന്ന് പറയുന്നത് ബ്രിട്ടനാണ്, അല്ല ബ്രിട്ടൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ശരിയായ ക്രമം എന്ന് പറയുന്നത്, മെഡൽ പട്ടികയിലെ ശരിയായ ക്രമം എന്ന് പറയുന്നത് US, ചൈന, ജപ്പാൻ, ബ്രിട്ടൻ എന്നുള്ളതാണ്, അല്ലേ? ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ. അപ്പോൾ നമുക്കിത് ഓർത്തിരിക്കാൻ വേണ്ടി UC ജബ്ബാർ എന്ന് ഓർക്കാം. ഞാനൊരു കോഡിട്ടതാണ്, UC ജബ്ബാർ, അല്ലെ? UC ജബ്ബാർ. U എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, C ചൈന, J ജപ്പാൻ, BR ജബ്ബാറിൻ്റെ BR ബ്രിട്ടൻ, അല്ലേ? UC ജബ്ബാർ എന്ന് ഓർത്തു വയ്ക്കാം നമുക്ക്. ഇത് ഏതാണ്? ടോക്കിയോ ഒളിമ്പിക്സിലെ മെഡൽ പട്ടികയുടെ ക്രമമാണ് UC ജബ്ബാർ എന്ന് വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം, അല്ലേ? നിങ്ങൾക്ക് ഇതിലും മികച്ച കോഡുകൾ ഉണ്ടാവും, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കുക. അഞ്ചാമത്തെ ചോദ്യത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, എന്നിട്ട് പ്രസ്താവനയിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കുക. അതാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം നോക്കുക. പ്രസ്താവന 1, 2 നോക്കുക. പ്രസ്താവന 1 എന്താണ് പറയുന്നത്? ബ്രിക്സ് സമിതിയിൽ പുതുതായി അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നിവയാണെന്ന് പറയുന്നു, അല്ലേ? പ്രസ്താവന 1 പറയുന്നു ബ്രിക്സ് സമിതിയിൽ പുതുതായി അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നിവയാണെന്ന് പറയുന്നു. പ്രസ്താവന 2 പറയുന്നു 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ഡർബനാണ് എന്ന് പറയുന്നു. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ഡർബനാണെന്ന് പറയുന്നു. ഇങ്ങനെ 2 പ്രസ്താവനകൾ ബ്രിക്സുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി, അല്ലെങ്കിൽ എല്ലാം ശരിയാണോ എന്നുള്ള നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ള C ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്. C ഓപ്ഷൻ. ഞാൻ ഈ രാജ്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇവിടെ നോക്കുക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഈ ഒരു രാജ്യം നോക്കുക, UAE ഉണ്ട്, പിന്നെ സൗദി അറേബ്യ ഉണ്ട്, അല്ലേ? ഇത് രണ്ടും ഓർത്തിരിക്കുക. അറേബ്യൻ രാജ്യങ്ങളാണ് UAE, സൗദി അറേബ്യ. എന്നിട്ട് ഈ UAEയിലെ യുവിൻ്റെ അവിടെ ശരിക്കും എന്നിട്ട് കഴിഞ്ഞ് വായിക്കുവാണെങ്കിൽ അത് EAE എന്ന് വായിക്കും, അല്ലേ? EAE, അതായത് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ എന്ന് നമുക്ക് ഓർക്കാൻ പറ്റിയാൽ നമുക്ക് ഇത്രയും രാജ്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഈ വന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. UAE ഉണ്ട്, അല്ലേ? അതേപോലെ സൗദി അറേബ്യ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഈ 2 രാജ്യങ്ങളുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ യുവിൻ്റെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഈജിപ്റ്റാണ് വരേണ്ടത്. അപ്പോൾ ഈ മലയാളത്തിൽ എഴുതുക EAE എന്ന് ആലോചിക്കുക, അല്ലേ? ഇത് 2 ലെറ്ററും സെയിം ആണ്, AE, അല്ലേ? ഈ ആദ്യത്തെ ഈജിപ്റ്റും എത്യോപ്യയും ഇറാനുമാണെന്ന് 1-2 ആവർത്തി ഇങ്ങനെ ഒരു കോഡിട്ട് ഓർത്ത് കഴിഞ്ഞാൽ, ഇനി ഈ കോഡ് ഓർത്തില്ലെങ്കിൽ കൂടിയും പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ എന്തായാലും ഓർക്കും, അത് ഉറപ്പാണ് കേട്ടോ. അത് അങ്ങനൊരു ടെക്നിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ ബ്രെയിനുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നോക്കുക. 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. 4 പ്രസ്താവനയിൽ ഒന്നാമത്തെ പ്രസ്താവന നോക്കുക. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിൻ്റെ പുതിയ പേരാണ് അടൽ സേതു എന്ന് കൊടുത്തിരിക്കുന്നു, അല്ലേ? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിൻ്റെ പുതിയ പേരാണ് അടൽ സേതു എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്ത 2ാമത്തെ പ്രസ്താവന നോക്കുക. മുംബൈയിലെ ശിവഗിരി മുതൽ നവി മുംബൈയിലെ നാവാസേവ വരെ നീളുന്ന പാലത്തിൻ്റെ നീളം 22 കിലോമീറ്റർ ആണെന്ന് കൊടുത്തിരിക്കുന്നു. എന്താണ്? മുംബൈയിലെ ശിവഗിരി മുതൽ നവി മുംബൈയിലെ നാവാസേവ വരെ നീളുന്ന പാലത്തിൻ്റെ നീളം 22 കിലോമീറ്റർ ആണെന്ന് കൊടുത്തിരിക്കുന്നു. പാലത്തിൻ്റെ 16.5 കിലോമീറ്റർ ആണ് കടലിന് മുകളിലൂടെയുള്ളത്. അതാണ് 3ാമത്തെ പ്രസ്താവന. എന്താണ് പറയുന്നത്? പാലത്തിൻ്റെ 16.5 കിലോമീറ്റർ ആണ് കടലിന് മുകളിലൂടെയുള്ളത്. 4ാമത്തെ കാര്യം നോക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് അടൽ സേതു ഉദ്ഘാടനം ചെയ്തത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് അടൽ സേതു ഉദ്ഘാടനം ചെയ്തത്. ഇങ്ങനെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നിങ്ങളത് കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് B ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 1, 2, 3. 4 എന്തുകൊണ്ട് തെറ്റിയെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന അടൽ സേതു ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു അല്ല, മറിച്ച് നരേന്ദ്രമോദിയാണ്, അല്ലേ? നരേന്ദ്രമോദിയാണ്.
നരേന്ദ്രമോദിയാണ്. ഞാനിത് എഴുതാൻ വലിയ വീക്കാണ് ഇതിൽ. അപ്പോൾ ഓക്കെ, അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയത് കേട്ടോ. ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നുള്ള സ്ഥലത്ത് നരേന്ദ്രമോദിയായിരുന്നു വന്നിരുന്നതെങ്കിൽ ഈ ഉത്തരം ശരിയാകുമായിരുന്നു. അടുത്ത 7ാമത്തെ ചോദ്യം നോക്കുക. തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ പ്രസ്താവന നോക്കാൻ നമുക്ക്. തെറ്റായതെന്നുള്ള വരച്ചിടുന്നു. എ എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രസ്താവന, 2024 പത്മവിഭൂഷണിന് അർഹരായത് 5 പേരാണ്. 2024 പത്മവിഭൂഷണിന് അർഹരായത് 5 പേരാണ്. അടുത്ത ബി ഓപ്ഷൻ നോക്കുക. 2024 പത്മവിഭൂഷണിന് അർഹനായ പ്രശസ്ത തെലുങ്ക് നടനാണ് ചിരഞ്ജീവി എന്ന് കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, 2024 പത്മവിഭൂഷണിന് അർഹനായ പ്രശസ്ത തെലുങ്ക് നടനാണ് ചിരഞ്ജീവി എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്ത പ്രസ്താവന നോക്കുക. വ്യാപാരം വ്യവസായം വിഭാഗത്തിൽ 2024 പത്മഭൂഷണിന് അർഹനായ യങ് ലിയുവിൻ്റെ സ്വദേശം സിംഗപ്പൂരാണെന്ന് കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? വ്യാപാരം വ്യവസായം വിഭാഗത്തിൽ 2024 പത്മഭൂഷണിന് അർഹനായ യങ് ലിയുവിൻ്റെ സ്വദേശം സിംഗപ്പൂരാണെന്ന് കൊടുത്തിരിക്കുന്നു. അടുത്ത 4ാമത്തെ പ്രസ്താവന നോക്കുക. 2024 പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ലഭിച്ച സാമൂഹിക പ്രവർത്തകനാണ് ബിന്ദേശ്വർ പഥക്. അല്ല, എന്താണ് നോക്കുക? 4ാമത്തെ പ്രസ്താവന, 2024 പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ലഭിച്ച സാമൂഹിക പ്രവർത്തകനാണ് ബിന്ദേശ്വർ പഥക് എന്ന് പറയുന്നു. അപ്പം 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചു. ഇതിൽ തെറ്റ് ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ തെറ്റിപ്പോയത് സി എന്ന് പറയുന്ന പ്രസ്താവനയാണ്. അത് പ്രസ്താവന തെറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന വ്യാപാരം വ്യവസായം വിഭാഗത്തിൽ 2024 പത്മവിഭൂഷണിന് അർഹനായ യങ് ലിയുവിൻ്റെ സ്വദേശം സിംഗപ്പൂർ എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വദേശം തായ്വാനാണ്. തായ്വാൻ അല്ലേ, തായ്വാൻ എന്നാണ് കാണുന്നത്. തായ്വാൻ. ഓക്കെ, അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അടുത്ത 8ാമത്തെ ചോദ്യം നോക്കുക. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് 8ാമത്തെ ചോദ്യം പറയുന്നത്. ഒന്ന് നോക്കുക. ഒന്നാമത്തെ ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കുക. അടുത്തിടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 1 കോടി വീടുകൾ സോളാർ റൂഫ് ടോപ്പ് ആക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. എന്നാണ് അടുത്തിടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 1 കോടി വീടുകൾ സോളാർ റൂഫ് ടോപ്പ് ആക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്. ശരിയാണോ തെറ്റാണോ ഫൈൻഡ് ചെയ്യുക. രണ്ടാമത്തെ പ്രസ്താവന നോക്കുക. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്നതിനായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രാപ്യം എന്ന് കാണുന്നു. അല്ലെ, നോക്കുക. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്നതിനായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രാപ്യം എന്ന് കൊടുത്തിരിക്കുന്നു. അടുത്ത 3ാമത്തെ പ്രസ്താവന നോക്കുക. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്വജൽധാര എന്ന് കൊടുത്തിരിക്കുന്നു. അല്ലെ, നോക്കുക. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്വജൽധാര പദ്ധതി എന്ന് കൊടുത്തിരിക്കുന്നു. 3ാമത്തെ പ്രസ്താവന. 4ാമത്തെ പ്രസ്താവന നോക്കുക. സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിലുള്ള നിരാലംബരും കിടപ്പ് രോഗികളുമായ വയോജനങ്ങൾക്കായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പരിപാലന പദ്ധതിയാണ് വയോസാന്ത്വനം എന്ന് കൊടുത്തിരിക്കുന്നു. എന്താണ്? സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിലുള്ള നിരാലംബരും കിടപ്പ് രോഗികളുമായ വയോജനങ്ങൾക്കായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പരിപാലന പദ്ധതിയാണ് വയോസാന്ത്വനം എന്ന് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉത്തരമായി വരുന്നത് ഡി ഓപ്ഷനാണ്. 1 to 4 ശരിയാണ്. അല്ലെ, 1 to 4 ശരിയാണ്. 1 to 4 ശരിയാണ്. 3 തെറ്റിപ്പോയി. എന്തുകൊണ്ടാണ് 3 തെറ്റിപ്പോയത്? അത് ഈ പദ്ധതിയുടെ പേര് തിരിച്ചു കൊടുത്തു. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാകുന്ന പദ്ധതി സ്വജൽധാരയല്ല, ശരിക്കും അത് സുജലം എന്ന് പറയുന്ന പദ്ധതിയാണ്. സലിംകുമാർ പറയുന്നത് പോലെ മുദ്ര ശ്രദ്ധിക്കണം. അല്ലെ, സുജലം എന്ന പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തെറ്റിപ്പോയത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കുക. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യണം? ശരി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലെ, പ്രസ്താവന 1 നോക്കുക. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ
ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്? കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രസ്താവന 2 പറയുന്നു 1982 6ാമത് കേരള നിയമസഭയിൽ ജ്യോതി വെങ്കിടാചലം നടത്തിയ പ്രസംഗത്തിന്റെ റെക്കോർഡാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മറികടന്നതെന്ന് പറയുന്നു. എന്താണ് 1982 6ാമത് കേരള നിയമസഭയിൽ ജ്യോതി വെങ്കിടാചലം നടത്തിയ പ്രസംഗത്തിന്റെ റെക്കോർഡാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മറികടന്നതെന്ന് പറയുന്നു. ഇങ്ങനെ 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ശരി കണ്ടുപിടിക്കാനാണ്. നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഈ 2 പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ്, അല്ലെ? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കൂടി കിട്ടുകയാണ്. അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. 1ാമത്തെ പ്രസ്താവന പറയുന്നു ദീപാവലിയോടനുബന്ധിച്ച് 22 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ നഗരമാണ് അയോധ്യ എന്ന് പറയുന്നു. ദീപാവലിയോടനുബന്ധിച്ച് 22 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ നഗരമാണ് അയോധ്യ എന്ന് പറയുന്നു. 2ാമത്തെ പ്രസ്താവന യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്കിൽ സാഹിത്യ നഗരമായി ഉൾപ്പെട്ട ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട് എന്ന് പറയുന്നു. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്കിൽ സാഹിത്യ നഗരമായി ഉൾപ്പെട്ട ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട് എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന ഇന്ത്യ G20 അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷമുള്ള പ്രഥമ ഷെർപ്പ മീറ്റിന് അഥവാ പ്രതിനിധി സമ്മേളനം വേദിയായ നഗരമാണ് ജയ്പൂർ എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന ഇന്ത്യ G20 അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷമുള്ള പ്രഥമ ഷെർപ്പ മീറ്റിന് അഥവാ പ്രതിനിധി സമ്മേളനത്തിന് വേദിയായ നഗരമാണ് ജയ്പൂർ എന്ന് പറയുന്നു. അടുത്ത 4ാമത്തെ പ്രസ്താവന നോക്കുക. രാജ്യ തലസ്ഥാനത്തിന് വെളിയിൽ വ്യോമസേനാ ദിനാഘോഷങ്ങൾക്ക് വേദിയായ ആദ്യ നഗരമാണ് മുംബൈ എന്ന് പറയുന്നു. രാജ്യ തലസ്ഥാനത്തിന് വെളിയിൽ വ്യോമസേനാ ദിനാഘോഷങ്ങൾക്ക് വേദിയായ ആദ്യ നഗരമാണ് മുംബൈ എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം തെറ്റാണ്. അത് നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയാം. അത് ശരിക്കും ഇത് തെറ്റായിട്ടുള്ളത് ഡി എന്ന് പറയുന്ന പ്രസ്താവനയാണ്. അടുത്ത ഒരു 11ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? ശരി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ 2 പ്രസ്താവനയുണ്ട്. പ്രസ്താവന 1 പറയുന്നു നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യമാണ് USA എന്ന് പറയുന്നു. എന്താണ്? നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യമാണ് USA എന്ന് പറയുന്നു. പ്രസ്താവന 2 നോക്കുക. 2023 നിർബന്ധിത വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നു. 2023 നിർബന്ധിത വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നു. ഇങ്ങനെ 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. അടുത്ത 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക. പ്രസ്താവന എ 1 വായിക്കാം. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് 1 ലക്ഷം രൂപയും ശില്പവും ഉൾപ്പെടുന്ന വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത്, അല്ലെ? വയലാർ അവാർഡ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലെ? പോയിന്റ് ശരിയാണോ തെറ്റാണോ എന്നറിയാം. ഒന്നുകൂടെ വായിക്കാം. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് 1 ലക്ഷം രൂപയും ശില്പവും ഉൾപ്പെടുന്ന വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കുക. 2ാമത്തെ പ്രസ്താവന നോക്കുക. 48ാമത് വയലാർ അവാർഡാണ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചതെന്ന് പറയുന്നു, അല്ലെ? 48ാമത് വയലാർ അവാർഡാണ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചതെന്ന് 2ാമത്തെ പ്രസ്താവന പറയുന്നു. 3ാമത്തെ പ്രസ്താവന പറയുന്നു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ആസ്ഥാന മന്ദിരം നാമകരണം ചെയ്തിരിക്കുന്നത് NV കൃഷ്ണവാര്യരുടെ സ്മരണാർത്ഥമാണെന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ആസ്ഥാന മന്ദിരം നാമകരണം ചെയ്തിരിക്കുന്നത് NV കൃഷ്ണവാര്യരുടെ സ്മരണാർത്ഥമാണെന്ന് പറയുന്നു. 4ാമത്തെ പ്രസ്താവന കലാ സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായരാണെന്ന് പറയുന്നു. എന്താണ് 4ാമത്തെ പ്രസ്താവന പറയുന്നത്? കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായരാണെന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചു. അതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ തെറ്റിപ്പോയത് ബി ഓപ്ഷനാണ്. 48ാമത് വയലാർ അവാർഡ് അല്ല അദ്ദേഹത്തിന് ലഭിച്ചത്, 47ാമത് അവാർഡാണ് ലഭിച്ചത്. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വയലാർ അവാർഡ് ഈ നമ്പർ വെച്ചിട്ടാണ് ചോദിക്കുന്നത്, വർഷം വെച്ചിട്ടല്ല, നമ്പർ വെച്ചിട്ട്, അല്ലേ? നമുക്കറിയാമല്ലോ 2022 നടന്ന പ്രിലിംസ് പരീക്ഷയിൽ 44ാമത് വയലാർ അവാർഡ് നേടിയത് ആർക്കെന്ന് ചോദിച്ചിരുന്നു, അല്ലേ? ഏഴാച്ചേരി രാമചന്ദ്രൻ, അല്ലേ? 45 നമുക്കറിയാം ആർക്കാണ്? ബെന്യാമിന്. 46 S ഹരീഷിന്, അല്ലേ? അത് കഴിഞ്ഞ് 47ാമത് നമ്മുടെ ശ്രീകുമാർ
സുകുമാരൻ തമ്പിക്ക് അല്ലേ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഞാൻ അവാർഡുകളുടെ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഉടനെ ഇടാം. അടുത്ത 13ാമത്തെ ചോദ്യം നിങ്ങൾ നോക്കുക. 2 പട്ടികകൾ കൊടുത്തിരിക്കുന്നു, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ പട്ടിക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പട്ടികയിലെ ഒന്നാമത്തെ പോയിന്റ് നോക്കുക. 2023 നേവി ദിനത്തിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം എന്ന് കൊടുത്തിരിക്കുന്നു. അതിന് നേരെ മഹാരാഷ്ട്ര എന്ന് കൊടുത്തിരിക്കുന്നു പട്ടിക 2-ൽ അല്ലേ. അടുത്ത നോക്കുക. ഈയിടെ VP സിംഗിന്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം തമിഴ്നാടെന്ന് കൊടുത്തിരിക്കുന്നു. അതിന് നേരെ സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി എന്ന് നാമകരണം ചെയ്യപ്പെട്ട കെമ്പഗൌഡയുടെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം രാജസ്ഥാൻ എന്ന് കൊടുത്തിരിക്കുന്നു അല്ലേ. അടുത്ത നോക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയായ വിശ്വാസ്വരൂപം സ്റ്റാച്യു ഓഫ് ബിലീഫ് നിർമ്മിച്ച സംസ്ഥാനം കർണാടകം എന്ന് കൊടുത്തിരിക്കുന്നു. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അല്ലേ, നിങ്ങളിത് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കിത് അറിയാമെങ്കിൽ നിങ്ങളുടെ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം ഈ പറയുന്ന ഓപ്ഷനിൽ ഉണ്ടാകും അല്ലേ. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ബി ആണ് അല്ലെ. ബി ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നിങ്ങളുടെ ആൻസർ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടി. അപ്പോൾ നമുക്കത് നോക്കാം. എന്താണ് 2023 നേവി ദിനത്തിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു ജോഡി ശരിയാണ്. അടുത്ത 2ാമത്തെ നോക്കുക. ഈയിടെ VP സിംഗിന്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം അത് തമിഴ്നാട് തന്നെയാണ്. ആ 2ാമത്തെ ജോഡിയും ശരിയാണ്. അടുത്തത് സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി എന്ന് നാമകരണം ചെയ്യപ്പെട്ട കെമ്പഗൌഡയുടെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം അത് കർണാടകമാണ്. അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയായ വിശ്വാസ്വരൂപം അഥവാ സ്റ്റാച്യു ഓഫ് ബിലീഫ് അല്ലേ, അത് നിർമ്മിച്ച നഗരം ഏതൊന്നുണ്ട്? അത് ശരിക്കും ഏതാണ്? അത് ശരിക്കും രാജസ്ഥാനാണ്. അപ്പോൾ ഇതാണ് ശരിക്കുള്ള മാച്ച് ദ ഫോളോവിങ്ങിൽ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ശരിയാക്കിയവർക്ക് എന്താണ് 1 മാർക്ക് ലഭിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ 13 മാർക്കായി. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറയുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക. നോക്കുക അടുത്ത പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന വായിക്കാം. കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രിയാണ് എലിസബത്ത് ബോൺ എന്ന് പറയുന്നു. എന്താണ്? കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രിയാണ് എലിസബത്ത് ബോൺ എന്ന് പറയുന്നു. 2ാമത്തെ പ്രസ്താവന. യൂട്യൂബ് ചാനലിൽ 20 ലക്ഷം വരിക്കാരാകുന്ന ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നു. എന്താണ്? യൂട്യൂബ് ചാനലിൽ 20 ലക്ഷം വരിക്കാരാകുന്ന ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന. തോഷഖാന അഴിമതി കേസിൽ തടവും പിഴയും വിധിക്കപ്പെട്ട മുൻ പാക് പ്രധാനമന്ത്രിയാണ് നവാസ് ഷെരീഫ് എന്ന് പറയുന്നു. സി പ്രസ്താവന നോക്കുക, അല്ലെങ്കിൽ 3ാമത്തെ പ്രസ്താവന പറയുന്നു തോഷഖാന അഴിമതി കേസിൽ തടവും പിഴയും വിധിക്കപ്പെട്ട മുൻ പാക് പ്രധാനമന്ത്രിയാണ് നവാസ് ഷെരീഫ് എന്ന് പറയുന്നു. ലാസ്റ്റത്തെ പ്രസ്താവന പറയുന്നു നോക്കുക. 2023 അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ടുണീഷ്യൻ പ്രധാനമന്ത്രിയാണ് നജ്ല ബൗഡൻ എന്ന് പറയുന്നു. എന്താണ് ലാസ്റ്റ് പ്രസ്താവന പറയുന്നത്? 2023 അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ടുണീഷ്യൻ പ്രധാനമന്ത്രിയാണ് നജ്ല ബൗഡൻ എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവന ഞാൻ വായിച്ചു. അതിൽ തെറ്റേതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ. സി ആണ് ഇതിൽ തെറ്റിപ്പോയത്. എന്തുകൊണ്ടാണ്? തോഷഖാന അഴിമതി കേസിൽ തടവും പിഴയും വിധിക്കപ്പെട്ട മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് അല്ല, മറിച്ച് അത് ഇമ്രാൻഖാനാണ് അല്ലേ. ഇമ്രാൻഖാനാണ് തടവിൽ കഴിയുന്നത് അല്ലേ. തടവിൽ കഴിയേണ്ടി വന്നത് ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാൻ. ഞാൻ എഴുതാൻ വളരെ വീക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇമ്രാൻഖാൻ. അപ്പോൾ അവിടെ നവാസ് ഷെരീഫ് എന്ന് കൊടുത്തുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. അടുത്ത 15ാമത്തെ ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, എന്നിട്ട് അതിൻ്റെ ശരി കണ്ടുപിടിക്കുക എന്നാണ്. പ്രസ്താവന 1 നോക്കുക. എന്താണ് പ്രസ്താവന 1 പറയുന്നത്? അടുത്തിടെ ആംഗ്യഭാഷ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ച രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നു. അടുത്തിടെ ആംഗ്യഭാഷ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ച രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നു. പ്രസ്താവന 2 നോക്കുക. ദക്ഷിണാഫ്രിക്കയിലെ 13ാമത്തെ ഔദ്യോഗിക ഭാഷയാണ് ആംഗ്യഭാഷ എന്ന് പറയുന്നു. ദക്ഷിണാഫ്രിക്കയിലെ 13ാമത്തെ ഔദ്യോഗിക ഭാഷയാണ് ആംഗ്യഭാഷ എന്ന് പറയുന്നു. ഇതാണ് 2 പ്രസ്താവനകൾ. ഇതിൽ ശരിയേത് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആക്ച്വലി ഇത് ശരി ഉത്തരമായിട്ട് വരുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അല്ലേ. പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണെന്നാണ് അത് പറയുന്നത്. പ്രസ്താവന 2 തെറ്റാണ്. അടുത്ത 16ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 16ാമത്തെ ചോദ്യം ഈ പറഞ്ഞതുപോലെ തന്നെ തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് അല്ലേ. ഞാൻ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മൾക്ക് ഈ വരാൻ പോകുന്ന പരീക്ഷകളിൽ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഇതുകൂടെ കൂടി ഒരു 25ാമത്തെ സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അല്ലേ. റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത 25 സെറ്റിൽ നിന്നാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത് എഴുതാൻ പറ്റും. അങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ പുസ്തകത്തിന് ഞാൻ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിന്. ഓക്കെ, അടുത്ത 16ാമത്തെ ചോദ്യം നോക്കുക. തെറ്റായ പ്രസ്താവന
കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം പ്രസ്താവനകൾ. എ പറയുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽ കോച്ച് ഫാക്ടറി നിലവിൽ വന്നത് തെലങ്കാനയിലെ കൊണ്ടക്കൽ എന്ന സ്ഥലത്താണെന്ന് പറയുന്നു. എന്താണ് ഒന്നാമത്തെ പ്രസ്താവന? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽ കോച്ച് ഫാക്ടറി നിലവിൽ വന്നത് തെലങ്കാനയിലെ കൊണ്ടക്കൽ എന്ന സ്ഥലത്താണെന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. 16ാമത്തെ രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു, അടുത്തിടെ കേരള ഹൈക്കോടതിയാണ് ക്ഷേത്രങ്ങളോ സ്വകാര്യ വ്യക്തികളോ ആനയെ വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കണം എന്ന നിർദ്ദേശം നൽകിയതെന്ന് പറയുന്നു. അല്ലെ, എന്താണ് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത്? അടുത്തിടെ കേരള ഹൈക്കോടതിയാണ് ക്ഷേത്രങ്ങളോ സ്വകാര്യ വ്യക്തികളോ ആനയെ വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതെന്ന് പറയുന്നു. മൂന്നാമത്തെ പ്രസ്താവന നോക്കുക. സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രതിരോധ മന്ത്രാലയം നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സൈനിക സ്കൂൾ ആരംഭിച്ചത് മലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയത്തിലാണെന്ന് പറയുന്നു. എന്താണ് മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത്? സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രതിരോധ മന്ത്രാലയം നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സൈനിക സ്കൂൾ ആരംഭിച്ചത് മലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയത്തിലാണെന്നാണ് മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത്. അടുത്ത ഡി എന്ന് പറയുന്ന നാലാമത്തെ പ്രസ്താവന നോക്കുക. സ്വകാര്യ സംരംഭകരെ ട്രെയിൻ സർവീസ് നടത്തുന്നതിന് അനുവദിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് ഭാരത് ഗൗരവ് സ്കീം എന്ന് പറയുന്നു. എന്താണ് നാലാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. സ്വകാര്യ സംരംഭകരെ ട്രെയിൻ സർവീസ് നടത്തുന്നതിന് അനുവദിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് ഭാരത് ഗൗരവ് സ്കീം എന്ന് പറയുന്നു. ഭാരത് ഗൗരവ് സ്കീം. ഇങ്ങനെ നമ്മൾ 4 പ്രസ്താവനകൾ വായിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പ്രസ്താവനയാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. എന്താണ് ബി എന്ന് പറയുന്ന പ്രസ്താവന? അടുത്തിടെ കേരള ഹൈക്കോടതിയാണ് ക്ഷേത്രങ്ങളോ സ്വകാര്യ വ്യക്തികളോ ആനയെ വാങ്ങുന്നതിൽ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയെന്ന് പറയുന്നു. ഇതിൽ ശരിക്കും അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത് ഏത് ഹൈക്കോടതിയാണെന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരമായിരിക്കും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 17ാമത്തെ ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ പുസ്തകവും കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തെ രചയിതാവും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഒറ്റിക്കൊടുത്താലും എൻ സ്നേഹമേ പ്രഭാവർമ്മ എന്ന് കൊടുത്തിരിക്കുന്നു അല്ലേ. ഒറ്റിക്കൊടുത്താലും എൻ സ്നേഹമേ പ്രഭാവർമ്മ എന്ന് കൊടുത്തിരിക്കുന്നു. മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം MK സാനു ആണ് അതുമായി ബന്ധപ്പെട്ട ആളെന്ന് കൊടുത്തിരിക്കുന്നു. മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം MK സാനു എന്ന് കൊടുത്തിരിക്കുന്നു. പണ്ടൊരു മാർത്താണ്ഡവർമ്മ ബെന്യാമിൻ എന്ന് കൊടുത്തിരിക്കുന്നു. പണ്ടൊരു മാർത്താണ്ഡവർമ്മ ബെന്യാമിൻ എന്ന് കൊടുത്തിരിക്കുന്നു. റിപ്പബ്ലിക്കിന്റെ ഭാവി MB രാജേഷ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ ജോഡികൾ അല്ലേ. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ ശരിയായ ജോഡി ഏതാണെന്ന് നിങ്ങൾ തിന്ന് നോക്കി അല്ലേ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ഓപ്ഷൻസ് ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കുക അല്ലേ. ഓക്കെ, ഇവിടുത്തെ ശരിയുത്തരം എന്ന് പറയുന്നത് ബി ആണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 4 എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ജോഡികളാണ്. 1, 2, 4. 3 എന്ന് പറയുന്നത് തെറ്റിപ്പോയി. തെറ്റാനുള്ള കാരണം എന്താണ്? പണ്ടൊരു മാർത്താണ്ഡവർമ്മ അത് ശരിക്കും ബെന്യാമിൻ്റെതല്ല, മറിച്ച് സുഭാഷ് ചന്ദ്രൻ്റെതാണ്. സുഭാഷ് ചന്ദ്രൻ, ഞാൻ എഴുതുന്നില്ല കാരണം കുറേ സമയമെടുക്കും. സുഭാഷ് ചന്ദ്രൻ്റെതാണ് പണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന കൃതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. തെറ്റായ പ്രസ്താവന നോക്കാം. തെറ്റായ പ്രസ്താവന ഏതെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, രാജ്യത്ത് ആദ്യമായി കോടതികളിൽ ചാറ്റ് GPT സംവിധാനം ഉപയോഗിച്ച ഹൈക്കോടതിയാണ് പഞ്ചാബ് ആൻഡ് ചണ്ഡീഗഡ് ഹൈക്കോടതി എന്ന് പറയുന്നു. രാജ്യത്ത് ആദ്യമായി കോടതികളിൽ ചാറ്റ് GPT സംവിധാനം ഉപയോഗിച്ച ഹൈക്കോടതിയാണ് പഞ്ചാബ് ആൻഡ് ചണ്ഡീഗഡ് ഹൈക്കോടതി എന്ന് പറയുന്നു. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നോക്കുക. ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവർക്കും വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ അന്വേഷിക്കാമെന്ന് 2023 വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതി എന്ന് പറയുന്നു. എന്താണ്? ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവർക്കും വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ അന്വേഷിക്കാമെന്ന് 2023 വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതി എന്ന് പറയുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ പ്രസ്താവന നോക്കുക. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള കേസ് സമീപകാലത്ത് തീർപ്പായത് കൊൽക്കത്ത ഹൈക്കോടതിയിലാണെന്ന് പറയുന്നു. എന്താണ്? രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള കേസ് സമീപകാലത്ത് തീർപ്പായത് കൊൽക്കത്ത ഹൈക്കോടതിയിലാണെന്ന് പറയുന്നു. അടുത്ത നാലാമത്തെ പ്രസ്താവന നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കർണാടക ഹൈക്കോടതി എന്ന് പറയുന്നു. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കർണാടക ഹൈക്കോടതി എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകളാണ് ഞാൻ വായിച്ചത്. ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ തെറ്റ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ തെറ്റിപ്പോയത് ഡി എന്ന് പറയുന്ന പ്രസ്താവനയാണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കർണാടക ഹൈക്കോടതി എന്നുള്ളതാണ് തെറ്റിപ്പോയത്. ഇതിന്റെ ശരിയുത്തരം അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. അടുത്ത ഒരു പോയിന്റ് നോക്കാം. 19ാമത്തെ ചോദ്യം.
താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക എന്നാണ് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. എന്നിട്ട് എന്താണ്? ഏഷ്യൻ ഗെയിംസിലെ 2023 മെഡൽ പട്ടികയിലെ ക്രമം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലേ. ഇവിടെ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്ത്യ എന്നിങ്ങനെ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആ ക്രമത്തിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്രമത്തിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഏഷ്യൻ ഗെയിംസ് വളരെ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഈ അടുത്തിടെ നടന്ന പരീക്ഷകളിലെല്ലാം ഏഷ്യൻ ഗെയിംസിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് പഠിച്ചിട്ട് പോവുക. ഏഷ്യൻ ഗെയിംസ് ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. അതായത് 1, 2, 3, 4 എന്നത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കോഡ്. 1, 2, 3, 4 എന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള കോഡ്. 1, 2, 3, 4 ഏതാണ്? ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്ത്യ എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള കോഡ്. അടുത്ത 20ാമത്തെ ചോദ്യം നോക്കുക. അതായത് ലാസ്റ്റത്തെ ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇന്ത്യയും ഫ്രാൻസും UAEയും ചേർന്ന് 2024 അറബിക്കടലിന് മുകളിൽ നടത്തിയ വ്യോമാഭ്യാസം അല്ലേ, അത് ഡെസേർട്ട് നൈറ്റ് എന്ന് അതിന് നേരെ കൊടുത്തിരിക്കുന്നു. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി നടത്തുന്ന മിത്രശക്തി സൈനികാഭ്യാസം 2023 വേദി പൂനെ എന്ന് കൊടുത്തിരിക്കുന്നു. ഇന്ത്യ തായ്ലൻഡ് നാവികസേനയുടെ ആദ്യത്തെ ഉഭയകക്ഷി അഭ്യാസം അയുത്തയ എന്ന് കൊടുത്തിരിക്കുന്നു. ഇന്ത്യ തായ്ലൻഡ് നാവികസേനയുടെ ആദ്യത്തെ ഉഭയകക്ഷി അഭ്യാസം അയുത്തയ എന്ന് കൊടുത്തിരിക്കുന്നു. 4ാമത്തെ ജോഡി നോക്കുക. മൾട്ടിനാഷണൽ നാവികാഭ്യാസം മിലൻ 2024 വേദി വിശാഖപട്ടണം എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 4 ജോഡികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരി കണ്ടുപിടിക്കാനാണ്. ഇതിൽ ശരി എന്ന് പറയുന്നത് ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. അതായത് 1, 2, 3, 4 എന്ന് കൊടുത്തിരിക്കുന്ന ജോഡികളെല്ലാം ശരിയാണെന്നാണ് ഡി ഓപ്ഷൻ പറയുന്നത് അല്ലേ. ഈ കൊടുത്തിരിക്കുന്ന 4 ജോഡികളും ശരിയാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ 20 ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ ഇത്രയും നേരം കേട്ടിരുന്നതിന് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.